നമസ്കാരം. ആടുജീവിതം ആണ് ഇപ്പോഴത്തെ ചർച്ച കേരളത്തിൽ. അതൊരു സിനിമയായി പുറത്തു വന്നതിന് ശേഷമാണ് ഒരു ഭയങ്കര ചർച്ച ഇപ്പോൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, പൊതുജനങ്ങൾക്കിടയിൽ അവർക്ക് വേറെ ഒരുപാട് ജോലിയുള്ളതുകൊണ്ട് തന്നെ അവരിതിലോട്ട് വലിയ മൈൻഡില്ല. തിയേറ്ററിൽ പോയി ഒരു ചിത്രം കാണും, അത് ഇഷ്ടപ്പെട്ടാൽ കൈയടിക്കും, ഇല്ലെങ്കിൽ അത് അവരുടെ അനിഷ്ടം പ്രകടമാക്കി തിരിച്ചു പോകും. പക്ഷേ സോഷ്യൽ മീഡിയ അതല്ല. എല്ലാത്തിൻ്റെയും നൂലിഴ കയറി പരിശോധിക്കുന്ന ടീമാണ് സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാർ. അവർ പതിവ് പോലെ അവരുടെ കർമ്മം നിർവഹിക്കുന്നു. ആടുജീവിതത്തെ അവർ വെറുതെ വിടുന്നില്ല. പാരസ് കഫേക്ക് സ്വാഗതം. ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. അപ്പോൾ 2008 മറ്റോ ആണ്, എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല, ബെന്യാമിൻ്റെ ആടുജീവിതം ഒരു പുസ്തക രൂപത്തിൽ മലയാളിയുടെ മുന്നിലെത്തുന്നത്. അന്ന് മലയാളികൾ അവരുടെ മുന്നിലോട്ടുള്ള ഒരു വായന അനുഭവത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു രൂപമായിരുന്നു ആടുജീവിതം പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്ത്. നമ്മളൊക്കെ ഒരുപക്ഷെ നിർത്താതെ വായിച്ചിട്ടുള്ള മിക്കവാറും ആ പുസ്തകം കയ്യിൽ കിട്ടിയവരെല്ലാം വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവസാനിക്കുന്നത് വരെ അത് തുടർച്ചയായി വായിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആ കൃതിയുടെ അതിലെ പ്രമേയത്തിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായും അങ്ങനെ ഒരു ജീവിതം ഒരാൾ നമ്മുടെ സഹജീവി നമ്മുടെ ഈ ലോകത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നു എന്നറിയുമ്പോൾ ഉള്ളിൽ വരുന്നൊരു നൊമ്പരം നമ്മുടെ നോവൽ വായിച്ച എല്ലാവർക്കും അത് വളരെ അനുഭവിച്ച് അറിഞ്ഞൊരു കാര്യമാണ്. അക്കാലത്ത് തന്നെ കേട്ടിരുന്നത് ഇതൊരു സിനിമയാകുമെന്ന്. പക്ഷേ എന്താ പറയുക, അത് ഒരു ചിത്രമാക്കി എടുക്കാനുള്ളൊരു വെല്ലുവിളി. അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഇത് ചിത്രീകരണം കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് അതിൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു സംഭവമാണ്. അത്രയ്ക്കും ഒരു കൺവെർട്ട് ചെയ്യുക, ഒരു രൂപത്തിൽ വരുത്തേണ്ട മാറ്റം, അതൊക്കെ വളരെ ഒരു കുറേ നാളുകൊണ്ട് അനുഭവിച്ചത് ഒരു 1-2 മാസം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള നിറയെ വെല്ലുവിളികൾ. ആ വെല്ലുവിളിയെല്ലാം അവർ തരണം ചെയ്തു, അവർ ജനങ്ങളിലേക്ക് ചിത്രം എത്തിച്ചു. അപ്പോൾ നമ്മൾ പോയി നമ്മുടെ ഈ വിമർശന സിംഹങ്ങൾ പോയി 150 രൂപ കൊടുത്തൊരു ടിക്കറ്റ് വാങ്ങി കണ്ട് നേരെ വീട്ടിൽ വന്ന് സുഖമായിട്ടിരുന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് അതിനെ കീറി മുറിച്ച് വിമർശിക്കുന്ന വിമർശന സിംഹങ്ങളാണ് നമ്മുടെ ഇടയിലുള്ള. ആ കൃതി ഇപ്പോൾ സാധാരണ ഒരു സിനിമ നിരൂപകരാണ് ഒരു സിനിമയെ നശിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകുമോ നമ്മുടെ ലോകത്ത്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ളവരെല്ലാം ഇത്രയും ക്രൂരന്മാരാണ്, അങ്ങനെ ഒരു മനുഷ്യജീവിയെ ഇങ്ങനെ പീഡിപ്പിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഇതവർക്ക് ഇങ്ങനെയുള്ളൊരു പ്രമേയത്തിലോട് നീതി പുലർത്തിയോ, നജീബ് എന്ന് പറയുന്ന വ്യക്തി കള്ളങ്ങളാണ് ഇതുവരെ മലയാളികളോട് പറഞ്ഞത്, അല്ലെങ്കിൽ അനുഭവങ്ങൾ ബെന്യാമിൻ പറഞ്ഞത് എന്ന തരത്തിലേക്ക് ചർച്ച മാറിയപ്പോൾ ചർച്ചകളും ഉപചർച്ചകളും കൊണ്ട് സജീവമാണ് സോഷ്യൽ മീഡിയ എപ്പോഴും അങ്ങനെയാണ്. നെഗറ്റീവ് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യും, വളരെ വേഗത്തിൽ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യപ്പെടും. സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാനും ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ആടുജീവിതം പറയുന്നത് ഒരു കള്ളമാണ്. ആടുജീവിതം എന്ന് പറയുന്ന അങ്ങനെ ഒരു ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ അനുഭവിച്ചിട്ടില്ല. ശരിയായിരിക്കാം, ഒരുപക്ഷെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരാണ്? ഒരു കൃതി ഒരു 10 വരി എഴുതാൻ പറ്റാത്ത ഒരാളാണ്, ഒരു 5 പേർക്ക് വായിക്കാൻ പറ്റിയ ഒരു ചെറുകഥ എഴുതാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിനെയൊക്കെ കീറി മുറിച്ച് വിമർശിക്കാൻ നമ്മുടെ മുന്നിൽ വിമർശന സിംഹങ്ങളായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ളൊരു ഷോട്ട്, ഒരു സിനിമയിൽ ഒരു ഷോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമറ സെറ്റ് ചെയ്തൊരു നല്ല ഫ്രെയിമിൽ ഒരു സീൻ ഉണ്ടാക്കണമെന്ന് അറിയാത്തവരാണ് ഈ സിനിമയെ വിമർശിക്കുന്ന വിമർശകർ. അവർക്ക് വിമർശിക്കാൻ മാത്രമേ അറിയൂ, അവർക്ക് മറ്റൊന്നും അറിയില്ല. നല്ല കൃതികളെ വിമർശിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റീമിക്സ് ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, മലയാളത്തിലെ പഴയ റീമിക്സ് ഗാനങ്ങൾ പുതിയ ഗായകരെടുത്ത് അതിൻ്റെ ട്യൂൺ പാറ്റേൺ മാറ്റി അവർ പുറത്തിറക്കും. കാരണം അവരെ കൊണ്ട് പുതിയൊരെണ്ണം പുറത്തിറക്കാൻ അവരെ കൊണ്ട് അതിനുള്ളൊരു കഴിവുമില്ല, അതിനുള്ളൊരു സമയവുമില്ല, പെട്ടെന്നൊരു പോപ്പുലാരിറ്റി വേണം. അപ്പോൾ അവർ ചെയ്യുന്നതാണ് ഈ പഴയ പാട്ടുകൾ എടുത്തിട്ട്, മലയാളികൾ എന്നും കേൾക്കാൻ കൊതിക്കുന്ന പഴയ പാട്ടുകൾ എടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്യൂൺ മാറ്റി, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ട്യൂൺ കുറച്ചുകൂടെ സ്പീഡിലടിച്ചിട്ട് അതിൽ കൂടെ ചെറിയ സോളയും കൂടെ കയറ്റി ഇവർ പാടി പുറത്തിറക്കി. നമ്മളിപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ അരോചകം തോന്നും. അങ്ങനെയുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അരോചകം തോന്നും. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു മൗലിക അവകാശമാണ്. ഈ വിമർശിക്കുന്നവർക്ക് മൗലിക അവകാശം, ഇവല്ലെങ്കിൽ ഈ പാട്ട് ഇങ്ങനെ വൈകൃതമാക്കുന്നവരുടെ മൗലിക അവകാശം. പക്ഷേ ഇവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് ഇത് ഒറിജിനലായിട്ട് ഉണ്ടാക്കിയവർക്കും മൗലിക അവകാശമുണ്ട്. ഈ ഒരു കഥാകാരൻ്റെ മൗലികാവകാശം, അയാളുടെ എത്രയോ കാലത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു മനോഹരമായ പുസ്തകം നമ്മുടെ കൈകളിലെത്തുന്നത്. അല്ലെങ്കിൽ എത്രയോ കാലത്തെ ഒരു നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് നല്ലൊരു സിനിമ നമ്മുടെ മുമ്പിലെത്തുന്നത്. പക്ഷെ നമ്മൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് വളരെ മോശമായിട്ട് ചിത്രീകരിച്ച്
മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവ് എനർജി നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കും. ആടുജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല. ആടുജീവിതത്തിൽ നമ്മളും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും എളുപ്പ വഴി ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പ്രചരിപ്പിക്കുക. അദ്ദേഹം അന്ന് ഈ ആടുജീവിതത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് സംസാരിച്ച മനുഷ്യൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ആരൊക്കെയോ ആണ് എന്ന് വളരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം ഞാനത് അനുഭവിച്ച് ഞാനത് പറഞ്ഞു തരാം, ഞാൻ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്, അദ്ദേഹം അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് ഞാൻ എന്ന വ്യക്തിത്വത്തെ നിങ്ങളെ മുന്നിലേക്ക്, അതായത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നു. വളരെ ഒരു നിരൂപകനായിട്ട്, ഒരു നിരൂപക സിംഹമായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മലയാളികൾ അത് കണ്ട് കൈയടിക്കുന്നു, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള വ്യൂവേഴ്സ് കൂടുന്നു, അവർക്ക് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉപയോഗമുണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിമർശനം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഒരു കലാസൃഷ്ടിക്കെതിരെ സൃഷ്ടിച്ച് വിടേണ്ട ആവശ്യം? ഒന്നുമില്ല, ഒരു കലാസൃഷ്ടി കാണുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാം. എന്തുകൊണ്ടാണത് ഈ സോഷ്യൽ മീഡിയ വഴി ലോകത്തുള്ള എല്ലാവരിലേക്കും ഈ നെഗറ്റീവ് എനർജി പടത്തി വിടുന്നത്? അതിന് വ്യക്തമായിട്ട് ഉത്തരമില്ല. കാരണം നമ്മുടെ ഒരു നിലവാരം അതാക്കണം. ഇങ്ങനെ ചെയ്യുന്നവരുടെ നിലവാരം ഇത്രയേ ഉള്ളൂ. നമുക്ക് അവരോട് ക്ഷമിക്കാം. കലാസൃഷ്ടിയിൽ ഉണ്ടാവട്ടെ, കലാസൃഷ്ടിയിൽ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഏറ്റവും നല്ലത് ജനങ്ങളുടെ സന്തോഷമാണ്. അത് നല്ല കലാസൃഷ്ടികളായിരുന്നാലും നല്ല ചിത്രങ്ങളായിരുന്നാലും. പടസ്കവിൽ വീണ്ടും കാണാം. ചൂടുള്ള വാർത്തയ്ക്കൊപ്പം ചൂടുള്ള ചായ.